എന്നും പുതുമയുമായെത്തുന്ന ലവ് ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു. ഒരു ദിനം ഒരു പേജ് ഖുർആൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ സത്താർ വെള്ളുപറമ്പിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാൻ ത്വാഹ ഈരാറ്റുപേട്ട. വിശുദ്ധ ഖുർആൻ 12-ാമത്തെ അധ്യായം സൂറത്ത് യൂസുഫ് 38-ാമത്തെ ആയത്ത് മുതൽ 43-ാമത്തെ ആയത്ത് വരെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വത്തബഅതു മില്ലത ആബാഇ ഇബ്രാഹീമ വഇസ്ഹാഖ വയഅഖൂബ് മാ കാന ലനാ അൻ നുശ്രിക ബില്ലാഹി മിൻ شيء ذلك من فضل الله علينا وعلى الناس ولكن أكثر الناس لا يشكرون. എൻ്റെ പിതാക്കൾ ഇബ്രാഹിമിൻ്റെയും ഇസ്ഹാഖിൻ്റെയും യാക്കൂബിൻ്റെയും മാർഗത്തെ ഞാൻ പിൻപറ്റുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹുവിനോട് യാതൊന്നിനെയും തന്നെ പങ്കു ചേർക്കുവാൻ ഞങ്ങൾക്ക് പാടില്ല. അത് ഞങ്ങൾക്കും മനുഷ്യർക്കും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള അനുഗ്രഹത്തിൽപ്പെട്ടതത്രേ. എങ്കിലും മനുഷ്യരിൽ അധികമാളും നന്ദി കാണിക്കുന്നില്ല. യാ സാഹിബൈ സിജ്നി അർബാബും മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. തടവിലെ രണ്ട് ചങ്ങാതിമാരെ, ഭിന്നരായ പല റബ്ബുകളാണ് ഉത്തമം? അതല്ല, സർവാധികാരിയായ ഏകനായ അള്ളാഹുവോ? ഒന്നാലോചിച്ചു നോക്കുക. മാ തഅബുദൂന മിൻ ദൂനിഹി ഇല്ലാ അസ്മാഅൻ സമ്മൈതുമൂഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് അമറ അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് ذلك الدين القيم ولكن أكثر الناس لا يعلمون. അവന് പുറമെ നിങ്ങൾ ആരാധിക്കുന്നില്ല. നിങ്ങളും നിങ്ങളുടെ പിതാക്കളും റബ്ബുകളെന്ന് സ്വയം നാമകരണം ചെയ്തിട്ടുള്ള ചില നാമങ്ങളെല്ലാം അല്ലാതെ അവയെപ്പറ്റി അള്ളാഹു യാതൊരു അധികൃത രേഖയും അവതരിപ്പിച്ചിട്ടില്ല. വിധികർത്തൃത്വം അള്ളാഹുവിനല്ലാതെ ആർക്കുമില്ല. അവനെയല്ലാതെ ഒന്നിനെയും നിങ്ങൾ ആരാധിക്കരുതെന്ന് അവൻ കൽപ്പിച്ചിരിക്കുന്നു. അതത്രേ ചൊവ്വിന് നിലകൊള്ളുന്ന മതം. എങ്കിലും മനുഷ്യരിൽ അധികമാളും അറിയുന്നില്ല. യാ സാഹിബൈ സിജ്നി അമ്മാ അഹദകുമാ ഫയസ്ഖി റബ്ബഹു ഖംറാ വഅമ്മൽ ആഖർ ഫയുസ്ലബു ഫതഅകുലു അത്വയ്റു മിർ റഅസിഹി ഖുദിയൽ അംറു അല്ലദീ ഫീഹി തസ്തഫ്തിയാൻ. തടവിലെ രണ്ട് ചങ്ങാതിമാരെ, എന്നാൽ നിങ്ങളിൽ ഒരുവൻ തൻ്റെ യജമാനന് കള്ളു കുടിക്കുവാൻ കൊടുക്കും. എന്നാൽ മറ്റവനാകട്ടെ അവൻ ക്രൂശിക്കപ്പെടും. എന്നിട്ട് അവൻ്റെ തലയിൽ നിന്നും പറവകൾ തിന്നുന്നതാണ്. യാതൊരു കാര്യത്തിൽ നിങ്ങൾ രണ്ടുപേരും വിധി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവോ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു. അതിൽ ഇനി മാറ്റമുണ്ടാവുകയില്ല. وقال للذي ظن أنه ناج منهم اذكرني عند ربك فأنساه الشيطان ذكر ربه فلبث في السجن بضع سنين. ആ രണ്ടുപേരിൽ നിന്ന് രക്ഷപ്പെടുന്നവനെന്ന് താൻ വിചാരിച്ചവനോട് അദ്ദേഹം പറയുകയും ചെയ്തു, നിന്റെ യജമാനന്റെ അടുക്കൽ നീ എന്നെ പറ്റി പ്രസ്താവിക്കണം. എന്നാൽ അവന്റെ യജമാനനോട് പ്രസ്താവിക്കുവാൻ അവനെ പിശാച് മറപ്പിച്ചു കളഞ്ഞു. അങ്ങനെ ഏതാനും കൊല്ലങ്ങൾ അദ്ദേഹം തടവിൽ താമസിച്ചു. وقال الملك إني أرى 7 بقرات سمان يأكلهن 7 عجاف و7 سنبلات خضر وأخر يابسات يا أيها الملأ أفتوني في رؤياي إن كنتم للرؤيا تعبرون. രാജാവ് പറഞ്ഞു, 7 തടിച്ചു കൊഴുത്ത പശുക്കളെ മെലിഞ്ഞ 7 പശുക്കൾ തിന്നുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു. 7 പച്ചധാന്യ കതിരുകളും വേറെ 7 ഉണങ്ങിയവയും
കാണുന്നു. ഹേ പ്രധാനികളെ, എൻ്റെ ഈ സ്വപ്നത്തിൽ നിങ്ങൾ എനിക്ക് ഒരു വിധി തരുവിൻ. നിങ്ങൾ സ്വപ്നത്തിന് വ്യാഖ്യാനം പൊരുൾ വിവരിക്കുന്നവരാണെങ്കിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.